ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഏതായാലും എന്താ പറയുക, എനിക്ക് മരണം വിധിച്ച കുറേ ആൾക്കാരുണ്ടല്ലോ. കുറേയൊക്കെ ഫേക്ക് ഐഡീസ് ആണ്, എന്നാലും കുഴപ്പമില്ല. എന്നാൽ അതിൻ്റെ ഉള്ളിൽ അത് പ്രവർത്തനമായ കുറച്ച് ആൾക്കാരുകൾ, റോബോട്ടിക്സ് ഒന്നുമല്ലല്ലോ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നു. എന്തായാലും എനിക്ക് മരണം വിധിച്ചത് കൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു എന്താ പറയുക, എന്നെ കൊല്ലാൻ വരുന്നവർക്ക് എന്തെങ്കിലും പാരിതോഷികം കൊടുക്കണ്ടേ. ഞാൻ തിരുവനന്തപുരം SBT വികാസ് ഭവൻ ബ്രാഞ്ച് തിരുവനന്തപുരം SBTയിൽ എൻ്റെ അക്കൗണ്ടിലുള്ള 5 ലക്ഷം രൂപ 5 കോടിയുടെ ചെക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ആളെ പേരും എഴുതിയിട്ടില്ല. 5 കോടി 5 crore അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞാൻ എന്താ ചെയ്തെന്ന് ഞാൻ പറഞ്ഞുതരാം. 5 കോടി ഇനി അതേ ഉള്ളൂ. 5 കോടി ട്ടാ. പിന്നെ ഇതറിയാം, 500 രൂപയുടെ മുദ്ര പേപ്പറാണ്. 500 രൂപയുടെ മുദ്ര പേപ്പറാണ്. ഇതിൽ ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരാളുടെ എനിക്ക് അത് എന്തൊക്കെയാണ് എന്റെ പ്രോപ്പർട്ടീസ് മൊത്തം നിങ്ങൾക്ക് ഇതിൽ എഴുതിയെടുക്കാം. ഞാനത് എന്തൊക്കെയാന്നുള്ളത് ഇവിടെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലിസ്റ്റും ഞാൻ അതിന്റെ ഒപ്പം വെക്കുന്നുണ്ട്. ഓക്കെ, ഞാനിത് എന്താ പറയാ, ഇതെന്റെ എനിക്കും എന്റെ പെണ്ണിനും കൂടി ജീവിക്കാൻ വേണ്ടി ബാക്കി എന്റെ ഉള്ള സമ്പാദ്യങ്ങൾ മൊത്തം ഞാൻ ഒരു സുന്നി ട്രസ്റ്റിന് മിനിയാന്ന് എഴുതി കൊടുത്തു മൊത്തത്തില്. അപ്പൊ ഇനി ഇത്രേ ഉള്ളൂ മക്കളെ. അപ്പൊ എന്നെ കൊല്ലാൻ വരുന്നവർക്ക് ഞാൻ ഇതിവിടെ ഉണ്ടാവും, ഇത് നിങ്ങൾ എടുത്തോണ്ടി. കാരണം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ആർക്കും ആവശ്യമില്ലല്ലോ. ഒന്ന് പോടാ, നീയൊക്കെ പുളുത്തും നീയൊക്കെ പുളുത്തും. ഒരു രോമെടുക്കൂല നീ എന്റെ അടുത്തൊന്നും. പറ്റുന്നുണ്ട് എടുക്കടാ. ഞാൻ ഇതോടെ വെച്ചിട്ടുണ്ട്. പിണറായി വിജയന് RSS 1 കോടിയല്ലേ തലക്ക് പ്രഖ്യാപിച്ചു. എന്റെ തലക്ക് ഞാൻ 5 കോടി 128 കോടിയുടെ എന്റെ സ്വത്തും ഞാൻ ഇതിൽ ലിസ്റ്റും വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഞാൻ ഇന്ന് ട്രസ്റ്റിനെ എഴുതി കൊടുത്തു. മൊത്തത്തിൽ കംപ്ലീറ്റ് എല്ലാം ട്രസ്റ്റിന് ഞാൻ എഴുതി കൊടുത്ത് ഒരു സുന്നി സംഘടനക്ക്. അപ്പൊ ഇത്ര ഇവിടെ ഉണ്ട്, വന്ന് തീർക്കടാ. നീയൊക്കെ പുളുത്തും. ഒന്ന് പോടാ, വെറുതെ കിടന്ന് ചിലക്കല്ലേ. വെറുതെ എന്റെ എന്താ പറയാ, എന്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള പെൺകുട്ടികൾക്കൊക്കെ എന്നെ കൊല്ലും പുളുത്തുന്നുണ്ട് മെസ്സേജ് അയച്ചിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് മെസ്സേജ് അയച്ചും കാര്യമില്ല. ഞാൻ എന്തുകൊണ്ട് എന്റെ കമന്റ് ബോക്സ് എന്താ ലോക്ക് ചെയ്ത്? എനിക്ക് കുറെ പാരന്റ്സ് വിളിച്ച്, എനിക്ക് കുറെ രക്ഷിതാക്കള്, നല്ല രക്ഷിതാക്കള്, അവരെന്നോട് ആവശ്യപ്പെട്ടു ഒന്നെങ്കിൽ ഇത് നിർത്തുക, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അത് എന്താ പറയാ. കാരണം അവരെ മക്കൾ മൊത്തം ഈ ഇതിൽ വരുന്ന കമന്റ്സ് വായിച്ചിരിക്കലാണ് അവരെ പണിയെന്ന് പറഞ്ഞത്. രാത്രി ഉറക്കൂല്ലാതെ. ഞാനതിനെന്തിനാ ഒരു സമൂഹത്തെ വെറുതെ ചീത്തയിലേക്ക് നയിക്കണം? കാരണം ഞാൻ പറയുന്ന കാര്യങ്ങള് സത്യങ്ങളും അതിൽ വരുന്നത് അത്രയും വൾഗറായ ലാംഗ്വേജിലാണ്. അവർ അതെന്തിനാണ് ആ മക്കള് കേൾക്കുന്നത്? അതുകൊണ്ട് മാത്രം ഞാൻ കമന്റ് ബോക്സ് എന്താ പറയാ ലോക്ക് ചെയ്തതാണ്. അല്ല നിങ്ങളൊക്കെ പറഞ്ഞ എനിക്ക് എന്താവാനാണ്? മേഘ ഉണ്ടാക്കുക 127 ചില്ലാനൻ പ്ലസ് 5 കോടി 133 CR സാധനങ്ങൾ നിങ്ങൾ എടുത്തോ. കാരണം ഞാനും പെണ്ണും കൂടി ജീവിക്കാൻ, ഞങ്ങൾക്ക് ഇത് മൊത്തം ഒന്നും വേണ്ട. ഞങ്ങളൊരു ചെറിയ ഓർഫനേജ് ഒക്കെ പണിയാനുള്ള പ്ലാൻ ആയിരുന്നു. ഇതിനു മുമ്പും ഞാൻ പലരും പണിതിട്ടുണ്ട്. പിന്നെ ഞാൻ പറയണേക്ക്, അപ്പൊ നിങ്ങൾക്ക് ഇത് എടുക്കാം. ഞാൻ ഇത് എന്നെ കൊല്ലാൻ വരുമ്പോ എന്റെ ഞാൻ കാറിൽ സഞ്ചരിക്കുകയാണ്. ഞാൻ ഇനി എങ്ങനെയാണെങ്കിലും എന്റെ അടുത്ത് ഉണ്ടാവും. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. പെരുമ്പാവൂർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറയാം. ഞാനൊരു 3 വർഷം മുമ്പ് ഞാൻ അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ കുറച്ചു കാലം പഠിച്ചിരുന്നു, കുറച്ച് വർഷങ്ങൾ. അവിടെ എന്റെ സീനിയർ ആയിരുന്നു, എന്റെ ഒരു 6 വർഷം സീനിയർ ആയിരുന്നു എന്റെ ഒരു സീനിയർ. അവന്റെ വീട് പെരുമ്പാവൂരാണ്. നല്ല അസല് കൈക്കരുത്തുള്ള ഏക്കനാണ്. അവന്റെ വീട്ടിലോട്ട് പോയ സമയത്താണ് ഞാൻ അവിടുത്തെ കാര്യങ്ങൾ മൊത്തം അറിയണത്. ഇങ്ങനെ അവിടെ നാട്ടിൽ നടക്കണ ഈ ഒരു വാണിഭം എന്ന് പറഞ്ഞാൽ ചില്ലറ രീതിയിലല്ല. അങ്ങനെ അന്ന് ഞാനത് നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ നികേഷ് കുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ. നികേഷ് നമ്മളെ മുൻ അറിഞ്ഞാൽ അത് വിശദീകരിക്കില്ല. അയാളോട് പറയാൻ വേണ്ടി മാതൃഭൂമിയുടെ തിരൂർ ചീഫ് ബ്യൂറോ പ്രദീപ് പയ്യോളി, നമ്മളെ നല്ലൊരു സുഹൃത്താണ്, പ്രദീപ് പയ്യോളിയോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ പ്രദീപ് പയ്യോളി അത് വേറെ ഏതോ ഒരു ന്യൂസ് ചാനലിനോടാണ് റിപ്പോർട്ട് ചെയ്തത്. അവരൊരു റിപ്പോർട്ടും കൊണ്ടുവന്നിരുന്നു. അത് നിങ്ങൾ റിപ്പോർട്ട് TV പ്രസിദ്ധീകരിച്ചിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കുറച്ചാളുകളെങ്കിലും. പക്ഷെ അതിൽ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി അവിടെ ഈ എന്താ പറയാ വേശ്യാശാലകൾ നടത്തുന്നുണ്ടെന്നാണ്. അതും സത്യമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 200, 300, 500 രൂപ മുതലുള്ള പണം കൊടുത്ത് അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി അവിടെ വേശ്യാലയകൾ നടത്തുന്നതും സത്യമാണ്. പണ്ട് ഗുണ്ടൽപേട്ട് ഈ മൈസൂര് ഭാഗത്തൊക്കെ നടന്നിരുന്ന പോലെ ഇന്ന് കേരളത്തിലും പെരുമ്പാവൂർ സജീവമാണ്. ഇതിന് പിന്നിൽ ഇത് കൂടാതെ 100-200ഓളം വീടുകൾ കേന്ദ്രീകരിച്ച് ലക്ഷങ്ങൾ വില വരുന്ന മാംസക്കച്ചവടം അവിടെ നടക്കുന്നത്. ഇതിന് പിന്നിൽ
മോഹൻലാൽ, ഞാൻ പേരാണ് പറയുന്നത്. നിങ്ങൾക്ക് വേണേ എന്നെ ഒന്ന് കൊന്നിട്ട് തീർത്തോണ്ടേക്കോ. മോഹൻലാൽ പോലും നിങ്ങൾക്ക് തരില്ല ചിലപ്പോ എന്നെ കൊന്നു കഴിഞ്ഞാൽ എത്ര പൈസ. ഓക്കെ, മോഹൻലാൽ ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ, അവന്റെ ബിസിനസ് പങ്കാളി ആന്റണി പെരുമ്പാവൂർ. ആന്റണിച്ച ഞാനാടാ പറയുന്നത്, നീ എന്റെ മോഹൻ നോക്കുന്ന, നിനക്ക് ചെയ്യാനുള്ള ചെയ്യും. ആന്റണി പെരുമ്പാവൂരാണ് ഇതിന് പിന്നിൽ, അല്ലെങ്കിൽ ആന്റണിയുടെ മാഫിയയിലുള്ള ബന്ധപ്പെട്ട ആളുകളാണ് ഇതിന് പിന്നിൽ. ഇതെനിക്ക് ബോധ്യമായത് അന്ന് 3 വർഷം മുമ്പ് ഞാൻ നമ്മുടെ ഫ്രണ്ടും ഈ ആന്റണിയും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അവനും ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. ഇവനും ഈ എന്റെ ഫ്രണ്ടും ആന്റണി, ഞാൻ അന്ന് ആന്റണിനെ മീറ്റ് ചെയ്തു. എടാ ആന്റണി, നിനക്ക് എന്നെ ഓർമ്മ ഉണ്ടാ? എനിക്ക് ചിലപ്പോ എന്നെ അന്ന് ഓർമ്മ ഉണ്ടാവില്ല, ഞാൻ ഈ കോലത്തിലല്ലായിരുന്നു. നിനക്ക് എന്നെ ഓർമ്മ ഉണ്ടാ? അന്ന് ചിലപ്പോൾ നിനക്ക് ഇപ്പൊ എന്റെ ഈ ഫേസ് നിനക്ക് ഓർമ്മ വരാൻ സാധ്യതയില്ല. കാരണം അന്ന് ഞാനൊരു മൊട്ട അടിച്ചിട്ട് ഒരു ചെസ്റ്റർ ലുക്കിലായിരുന്നു, ഒരു ബുള്ളറ്റ് ചെയിൻ ഉണ്ടായിരുന്നു എന്റെ കഴുത്തിൽ. നീ അന്ന് എന്നോട് ചോദിച്ചും ചെയ്താൽ എന്താ സൈനൈഡ് ആണോന്ന്. പിന്നെ സൈനൈഡ് കൊണ്ട് നടക്കാൻ ഞാൻ നിന്നെ പോലെ ഒരു ബീരൊന്നും അല്ല. എനിക്കെതിരെ കേസ് ഒന്നുപോലും ഇല്ല, ഞാൻ ഒരു തെറ്റും ചെയ്യാറില്ല. ചെറിയ ചെറിയ തെറ്റുകൾ എനിക്ക് പറ്റാറുണ്ട്. അപ്പൊ നീ എന്നോട് അന്ന് പറഞ്ഞൊരു കാര്യം, ഇത് മൊത്തം നീ അന്ന് എന്നോട് നീ കുംഭസരിക്കല്ല ചെയ്തത്, നീ വീരവാദം ഇളക്കിയതാണ്. അന്ന് നീ പറഞ്ഞ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. മോഹൻലാൽ നല്ല പെണ്ണുപിടിയനാണ്, പക്ഷെ ആൾക്ക് വേറൊരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണ്? ആണുങ്ങളോടും താല്പര്യമുണ്ട്. അതെനിക്ക് അന്നൊരു പുതിയ അറിവായിരുന്നു. ഞാൻ അത്രക്ക് ലജ്ജയോട് കൂടിയാണ് അത് കേട്ടിരുന്നത്. പക്ഷെ അതൊക്കെ ഞാൻ ഓഡിയോ ക്ലിപ്പാക്കി, അത് എന്റെ അടുത്ത് അപ്പോഴും സൂക്ഷിച്ചത് നന്നായി. എടാ ആന്റണി വാടാ പന്നി, ഞാൻ നിന്നെ വെല്ലുവിളിക്കടാ, നീ ഒറ്റക്ക് വാ, നീ കുറെ ആൾക്കാരെ തീർത്തിട്ടുള്ളേ മോഹൻലാലിന് വേണ്ടിട്ട്, നീ ഇങ്ങോട്ട് വാടാ, നിനക്ക് ഞാൻ തരും. നിനക്ക് 1.33 CR എടുത്തു. നീ എവിടൊക്കെയാണ് എന്റെ പ്രോപ്പർട്ടീസ് മൊത്തം കാര്യങ്ങളെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നീ വാ. ഇനി അധികാരികളോട് പോലീസിനോടുമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ 1 മാസത്തെ ടൈം തരാം. 1 മാസത്തെ ടൈം, 1 മാസത്തിനുള്ളിൽ പെരുമ്പാവൂരിൽ ഈ സംഭവങ്ങൾ തുടച്ചു നീക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ഇറങ്ങും. ഞാൻ ഒറ്റയ്ക്കല്ല, ഇനി ഞാൻ വെളിച്ചത്ത് ഇറങ്ങും. ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ സംഘം മൊത്തം ഇറങ്ങും. നിങ്ങൾക്ക് എന്നെ പിടിച്ച കിട്ടൂല. ഞങ്ങൾക്ക് തോക്കും തേങ്ങയും ചക്കയൊന്നും വേണ്ട, അടിച്ച് പൊളിച്ചിരിക്കും JCB വെച്ചിട്ട്, പണ്ട് അച്യുതാനന്ദൻ ചെയ്ത പോലെ. ഞാനെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് ചെയ്യാനുള്ള ചെയ്യും, ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് ചെയ്യാനുള്ള ചെയ്യും, കഴിയുമെങ്കിൽ ചെയ്യും. എടാ ആന്റണി, ഞാനടാ പറയുന്നത്, നീ ചെയ്യ്. നിന്റെ മക്കളെ, നിന്റെ മൊത്തം ശിശു മക്കളെ കൊണ്ടടാ, ഒരു തേങ്ങ നടക്കൂല. ഈ പെരുമ്പിലാവ് ദേശത്ത് നിങ്ങൾ കാല് കുത്തി കഴിഞ്ഞാൽ കാല് ഒടിച്ചിട്ട് വിടുള്ളൂ. അത് ഈ പെരുമ്പിലാവ് ഒറ്റ കെട്ടാ. സഖാക്കളായാലും NDF ആയാലും ഏതാൾക്കാരായാലും പുറം നാട്ടുകാർ ഒന്നുകൂടെ കളിച്ചു കഴിഞ്ഞാൽ. കാരണം ഞങ്ങൾക്കില്ലേ, ഞങ്ങൾ തമ്മിൽ തല്ലാറുണ്ട്, പക്ഷെ ഞങ്ങൾ ഇമ്മായി വൃത്തിയിട്ട കാര്യങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ സ്ത്രീ പീഡനങ്ങളും കുറവാണ്, ഒക്കെ കുറവാണ്. ഇവിടെ ഞങ്ങളുടെ കോളേജിലെ പെൺമക്കൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ അടിച്ച് കാറ് ഞങ്ങളിവിടെ പൊളിച്ചിട്ടുണ്ട്, പൊളിച്ചടക്കിയിട്ടുണ്ട് ഞങ്ങള്. ഒരുത്തനും ഇവിടെ ഒന്ന് കളിക്കൂല. ഈ ചാവക്കാട് ഈ തൃശ്ശൂർ ഏരിയ തന്നെ ഒന്ന് കളിക്കൂല. തൃശ്ശൂർ മാത്രല്ല, ഞാൻ തിരൂരാണെങ്കിൽ തിരൂരും കളിക്കൂല. നിങ്ങൾക്ക് കഴിയെങ്കിൽ ചെയ്യ്. ഞാൻ പറയുന്നു, അത് മോഹൻലാലിന്റെ ആന്റണി പെരുമ്പാവൂരാണ് അതിന് പിന്നിൽ. 1 മാസമാണ് ഞാൻ തരണം. 1 മാസം. ഇന്ന് ഡേറ്റ് 2-ാം തീയതിയാണ്. ഈ മാസം 28, 1 മാസം ഒന്നുമില്ല, ഈ മാസം 28, 29-ാം തീയതി ഫുൾ ടീമായിട്ട് ഞാൻ ഇറങ്ങും. നിങ്ങൾക്ക് പോലീസുകാർക്ക് അറിയാം, പണ്ടുണ്ടായിരുന്നു ഒരു റെഡ് ഡാഗ്രൻസ് എന്ന് പറഞ്ഞിട്ട് മറ്റേ കോഴിക്കോടുള്ള ഒരു ടീം. നിങ്ങളതിൽ 10 ആളെ പിടിച്ച് നിങ്ങൾ തന്നെ ഗതിച്ചാണ്. ആ 10 ആളൊന്നും ഇവിടെ 8 ആളൊന്നും ഇവിടെ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. 2 ആളും കൂടി വരാൻ ഞങ്ങൾ ശ്രമിക്കുന്നത്. ആ 2 ആളും കൂടി എത്തിക്കഴിഞ്ഞാൽ ഞങ്ങളെ സംഘം മൊത്തം ഇവിടെ ഇറങ്ങും, പെരുമ്പാവൂര് തൂഫാനാക്കും. അന്ന് ജിഷയെ കൊന്നപ്പോ ഞാനൊരു പോസ്റ്റ് ഇട്ടാണ്, എന്റെ പെങ്ങന്മാർക്ക് അറിയാത്. അന്ന് ജിഷയെ കൊന്നപ്പോ ഞാനൊരു പോസ്റ്റ് ഇട്ടാണ്. പിന്നെ അത് ഞാൻ പിൻവാങ്ങാൻ കാരണം എന്റെ പെണ്ണിനെ ഓർത്തിട്ടാണ്. ഇന്ന് എനിക്ക് പെണ്ണിനെ ഓർക്കേണ്ട ആവശ്യമില്ല, കാരണം എന്റെ പെണ്ണിനും പെങ്ങൾക്കും എന്റെ സകല കോണ്ടാക്ട്സിലുള്ള പെൺകുട്ടികളോടാണ് ഇവർ പെരുമാറുന്നത്. നിങ്ങൾ കണ്ടോ? കാണാം.